എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്നൊക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതൊന്നും ശരിയല്ലെങ്കിലോ വെറുമൊരു തോന്നൽ മാത്രമാണെങ്കിലോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. അതും പാശ്ചാത്യ തത്വചിന്തയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായൊരു കഥയിലൂടെ, പ്ലേറ്റോയുടെ ഗുഹയുടെ അലിഗിരി. കഥ തുടങ്ങുന്നതിന് മുൻപേ സോക്രട്ടീസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കഥയിലുള്ള തടവുകാരെപ്പറ്റി. അവർ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് എന്ന്. ഒന്ന് ഓർത്തു നോക്കൂ, 2000-ലധികം വർഷം മുൻപെഴുതിയ ഒരു കഥ. എന്നിട്ടും പ്ലേറ്റോ പറയുകയാണ്, ഇത് പണ്ട് ആരോടും പറയുന്ന കഥയല്ല, ഇത് നിങ്ങളോടും എന്നോടും, അതായത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള കഥയാണെന്ന്. അപ്പോൾ നമുക്ക് ആ ചിന്തയിലേക്ക് നേരിട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാം. നിങ്ങളിപ്പോൾ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്നതെല്ലാം സത്യത്തിന്റെ വെറുമൊരു നിഴൽ മാത്രമാണെങ്കിലോ, നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകം മുഴുവൻ ഒരു മിഥ്യാധാരണയാണെങ്കിലോ എങ്ങനെയുണ്ടാകും? വരൂ, നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു ഗുഹയുടെ ഉള്ളിലാണ്. ഇരുണ്ടൊരു ഗുഹ. അവിടെ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരുടെ ലോകം അത് മുഴുവനായും നിഴലുകൾ കൊണ്ടുണ്ടാക്കിയ ഒന്നാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഗുഹയിലുള്ള ആളുകളുണ്ടല്ലോ, അവർ ജനിച്ചതു മുതൽ അവിടെയാണ്. അവരുടെ കാലുകളും കഴുത്തും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഒന്ന് തലതിരിക്കാനോ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കാനോ പോലും അവർക്ക് കഴിയില്ല. ജീവിതത്തിൽ ഒരേയൊരു കാഴ്ച മാത്രം, അത് മാത്രം കണ്ടാണ് അവർ വളർന്നു വരുന്നത്. അവരുടെ പുറകിലായിട്ട് ഒരു തീ കത്തുന്നുണ്ട്. ഈ തീയിൽ നിന്നുള്ള വെളിച്ചം നേരെ വന്ന് പതിക്കുന്നത് അവരുടെ മുന്നിലുള്ള ഒരു ഭിത്തിയിലേക്കാണ്. ആ ഭിത്തി, അതാണ് അവരുടെ ലോകം. അവരുടെ TV സ്ക്രീൻ, അവരുടെ സിനിമ, അവരുടെ യാഥാർത്ഥ്യം എല്ലാം ആ ഭിത്തിയാണ്. അവർക്ക് ആകെ അറിയാവുന്ന പ്രപഞ്ചമെന്ന് പറയുന്നത് ആ ഭിത്തി മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്താണ് അവർ ആ ഭിത്തിയിൽ കാണുന്നത്? നിഴലുകളാണ്. സംഭവം ഇതാണ്, തടവുകാരുടെയും ആ തീയുടെയും ഇടയിലൂടെ കുറച്ചാളുകൾ നടന്നു പോകുന്നുണ്ട്. അവരുടെ കയ്യിൽ മൃഗങ്ങളുടെയും മരങ്ങളുടെയുമൊക്കെ രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങളുടെ നിഴലുകളാണ് ആ മുന്നിലെ ഭിത്തിയിൽ കതിക്കുന്നത്. തടവുകാർക്കാണെങ്കിൽ ഈ നിഴലുകളാണ് യഥാർത്ഥ വസ്തുക്കൾ. അവർക്കതൊരു നിഴലായിട്ടേ തോന്നുന്നില്ല. ഒന്നാലോചിച്ചു നോക്കിക്കേ, അവരാ നിഴലുകൾക്ക് ഓരോ പേര് കൊടുക്കുന്നു, അതിന്റെ ചലനങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്നു. പിന്നിലൂടെ രൂപങ്ങൾ കൊണ്ടുപോകുന്ന ആളുകൾ വല്ലതും സംസാരിച്ചാൽ ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ആ നിഴലുകളാണ് സംസാരിക്കുന്നതെന്നാണ്. അങ്ങനെ ആ നിഴലുകളും പിന്നെ ഈ പ്രതിധ്വനികളും ഇത് രണ്ടും ചേരുമ്പോൾ അവരുടെ യാഥാർത്ഥ്യം പൂർണ്ണമാവുകയാണ്. അതുകൊണ്ടുതന്നെയാണ് പ്ലേറ്റോ പറയുന്നത്, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവർക്ക് ആ വസ്തുക്കളുടെ നിഴലുകളല്ലാതെ മറ്റൊന്നും സത്യമായി തോന്നില്ല എന്ന്. ശരിയല്ലേ? അവർക്ക് സത്യമെന്ന് പറയുന്നത് ആ ഭിത്തിയിൽ കാണുന്ന നിഴലുകളുടെ ഒരു കളി മാത്രമാണ്. പക്ഷേ കഥ ഇവിടെ മാറുകയാണ്. ഈ തടവുകാരിൽ ഒരാളെ പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും മോചിപ്പിച്ചാലോ? അയാളുടെ ചങ്ങലയൊക്കെ അഴിച്ചു മാറ്റിയാലോ? അയാൾക്ക് എന്ത് സംഭവിക്കും? ഒന്നോർക്കുക, ആ യാത്ര അത്ര എളുപ്പമായിരിക്കില്ല. അതൊരുപാട് വേദന നിറഞ്ഞ ഒരു കയറ്റമായിരിക്കും. ആലോചിച്ചു നോക്കൂ, ആദ്യ ആ ചങ്ങലകൾ അഴിക്കുമ്പോൾ തന്നെ അയാൾക്ക് വേദന തുടങ്ങും. പിന്നെ ആദ്യമായിട്ട് പിന്നോട്ട് തിരിഞ്ഞ് ആ തീയിനെ കാണുമ്പോൾ കണ്ണുകൾക്ക് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര വേദനയായിരിക്കും. പോരാത്തതിന് ഗുഹയിൽ നിന്ന് പുറത്തേക്കുള്ള പരുക്കൻ വഴിയിലൂടെ മുകളിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ അയാൾ ശരിക്കും തളർന്നുപോകും. അതായത് സത്യത്തിലേക്കുള്ള യാത്ര ഒരിക്കലും സുഖമുള്ള ഒന്നല്ല, അത് വേദനാജനകമാണ്. അങ്ങനെ ഒരുപാട് വേദനയൊക്കെ സഹിച്ച് ഒടുവിൽ അയാൾ ആ ഗുഹയ്ക്ക് പുറത്തെത്തി. പക്ഷേ പ്രശ്നം തീർന്നില്ല. അവിടെ അവനെ കാത്തിരിക്കുന്നത് കണ്ണു തുറക്കാൻ പോലും പറ്റാത്തത്ര വെളിച്ചമുള്ള സൂര്യനാണ്. ഈ പുതിയ യാഥാർത്ഥ്യവുമായിട്ട് അയാൾ എങ്ങനെ പൊരുത്തപ്പെടും? തീർച്ചയായും അയാളുടെ കണ്ണുകൾക്ക് ഈ പുതിയ ലോകം ശീലമാകാൻ കുറച്ച് സമയമെടുക്കും. ആദ്യം അയാൾക്ക് നേരെ നോക്കാൻ പറ്റില്ല. വെള്ളത്തിലെ പ്രതിബിംബങ്ങളിലേക്കും പിന്നെയും നിഴലുകളിലേക്കുമൊക്കെ നോക്കിയിരിക്കും. പതിയെ പതിയെ രാത്രിയാകുമ്പോൾ ആകാശത്തേക്ക് നോക്കും, നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒടുവിൽ അയാൾക്ക് ആ സൂര്യനെ, യാഥാർത്ഥ്യത്തിന്റെ ഉറവിടത്തെ നേരിട്ട് നോക്കാനുള്ള ധൈര്യം വരും. അപ്പോഴാണ് അയാൾക്ക് ആ വലിയ തിരിച്ചറിവുണ്ടാകുന്നത്. ഈ കാണുന്ന ലോകത്തിലെ എല്ലാത്തിനും കാരണം ഈ സൂര്യനാണ്. ഋതുക്കളുണ്ടാകുന്നതും വർഷങ്ങൾ മാറുന്നതും എല്ലാം. എന്തിന്? താൻ ആ ഗുഹയുടെ ഉള്ളിലിരുന്ന് കണ്ട ആ നിഴലുകൾക്ക് പോലും കാരണം ഈ സൂര്യന്റെ പ്രകാശമാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഇതാണ് ശരിക്കുള്ള അറിവ്, യഥാർത്ഥ ജ്ഞാനം. അപ്പം നമുക്ക് ഈ രണ്ട് ലോകങ്ങളെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? ഗുഹയ്ക്കുള്ളിലെ യാഥാർത്ഥ്യം എന്തായിരുന്നു? നിഴലുകൾ. പുറത്തോ? യഥാർത്ഥ വസ്തുക്കളും സൂര്യനും. ഗുഹയ്ക്കുള്ളിലെ മിടുക്കന്മാരാരായിരുന്നു? അടുത്തതായി ഏത് നിഴലാണ് വരുന്നതെന്ന് പ്രവചിക്കുന്നവർ. പക്ഷെ പുറത്തോ? യഥാർത്ഥ ജ്ഞാനത്തിനും അറിവിനുമാണ് വില. ഒന്നും അറിയാത്തതിൻ്റെ ഒരു സുഖപ്രദമായ അവസ്ഥയാണെങ്കിൽ മറ്റേത് എല്ലാം അറിഞ്ഞതിൻ്റെ വേദനാജനകമായൊരു പരിവർത്തനമാണ്. പുറം ലോകത്തിലെ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് പെട്ടെന്ന് തന്റെ പഴയ കൂട്ടുകാരെ ഓർമ്മ വരും. പാവങ്ങൾ, അവരിപ്പോഴും ആ ഇരുട്ടിൽ ആ നിഴലുകളെയും സത്യമെന്ന് വിചാരിച്ച് ഇരിക്കുകയല്ലേ?
അവരോടൊരു സഹതാപം തോന്നിയിട്ട് ഈ സത്യങ്ങളെല്ലാം അവരോട് പറയാൻ വേണ്ടി അയാൾ തിരികെ ഗുഹയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഒരു ജ്ഞാനി നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. അയാൾ തിരിച്ച് ഗുഹയിലെത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നല്ല വെളിച്ചം കണ്ടിട്ട് വന്നതുകൊണ്ട് അയാളുടെ കണ്ണുകൾക്ക് ആ ഗുഹയിലെ ഇരുട്ടുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റില്ല. അയാൾക്ക് പഴയതുപോലെ ആ നിഴലുകളെയൊന്നും വ്യക്തമായി കാണാൻ കഴിയില്ല. ഇത് കാണുമ്പോൾ മറ്റുള്ള തടവുകാർ എന്തു വിചാരിക്കും? അവരവനെ കളിയാക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, കണ്ടോ, ഇവൻ പുറത്തുപോയിട്ട് ഇവന്റെ കണ്ണുപോയി, ആ യാത്ര കാരണം ഇവൻ നശിച്ചുപോയി എന്ന്. അങ്ങനെ പുറത്തേക്കുള്ള യാത്ര അപകടം പിടിച്ച ഒന്നാണെന്ന് അവർ ഉറപ്പിക്കും. തങ്ങൾ കാണുന്ന ഈ നിഴലുകളുടെ ലോകമാണ് ഏറ്റവും ശരിയെന്നും അവർ വിശ്വസിക്കും. അപ്പോഴാണ് പ്ലേറ്റോ ആ ഭയപ്പെടുത്തുന്ന ചോദ്യം ചോദിക്കുന്നത്. അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വ്യക്തിയെ അവരുടെ കയ്യിൽ കിട്ടിയാൽ, അവനെ കൊല്ലാനൊരവസരം കിട്ടിയാൽ, അവരവനെ കൊല്ലില്ലേ? തീർച്ചയായും കൊല്ലും. കാരണം അറിവില്ലായ്മയെ സ്നേഹിക്കുന്നവർക്ക് സത്യം പറയുന്നവരെ എപ്പോഴും പേടിയായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, 2000 വർഷമൊക്കെ പഴക്കമുള്ള ഈ ഒരു കഥയ്ക്ക് ഇന്ന് എന്തു പ്രസക്തിയാണുള്ളത്? എന്തിനാണ് നമ്മൾ ഇപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗുഹയുടെ ഉള്ളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചുവരികയാണ്. ഓർമ്മയിലെ ആ വാചകം, ആ തടവുകാർ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. അതായത് ഈ കഥ വെറുമൊരു കഥയല്ല, അതൊരു കണ്ണാടിയാണ്. നമ്മുടെ സ്വന്തം അറിവില്ലായ്മയെക്കുറിച്ച്, സത്യത്തെ നേരിടാനുള്ള നമ്മുടെ പേടിയെക്കുറിച്ച്, പിന്നെ യഥാർത്ഥ അറിവ് നേടുമ്പോഴുള്ള ആ വേദനയെക്കുറിച്ചുമെല്ലാം ഈ കണ്ണാടി നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ ജീവിക്കുന്ന ഗുഹ ഏതാണ്? നിങ്ങളുടെ ഭിത്തിയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിഴലുകൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആ നിഴലുകൾക്കപ്പുറമുള്ള സൂര്യനെ തേടി ആ വേദനയൊക്കെ സഹിച്ച് ഒരു യാത്ര പോകാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.